ആർ ശ്രീലേഖയെ അനുനയിപ്പിച്ച ശേഷമാണ് ഈ പ്രഖ്യാപനം പോലും നടന്നത്. കാരണം ആർ ശ്രീലേഖയ്ക്കെതിരെ വലിയ അതൃപ്തി കൗൺസിലർമാർക്കിടയിലും BJP നേതാക്കൾക്കിടയിലും ഉണ്ടായിരുന്നു. ഈ പെട്ടെന്ന് വന്ന ആളാണ്, മുൻ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. BJP ആയിട്ട് പ്രവൃത്തി പരിചയമോ രാഷ്ട്രീയത്തിലെ പ്രവൃത്തി പരിചയമോ ഒന്നും തന്നെ ഇല്ല. അവർക്ക് പെട്ടെന്നൊരു ദിവസം ആദ്യമായിട്ട് ഒരു കോർപ്പറേഷൻ ഭരണം ലഭിക്കുമ്പോൾ അതിന്റെ മേയറായിട്ട് കൊണ്ടുവരുന്നതിനോട് നിലവിൽ പ്രവർത്തിച്ചു വരുന്ന കൗൺസിലർമാർ അങ്ങനെ എന്തൊക്കെ ഘടകങ്ങളാണ് VV രാജേഷിന് അനുകൂലമായതെന്ന് നമുക്ക് പരിശോധിക്കാം. RB സനൂപ് വിജിൻ വായാന്തോട് കൂടി വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. വിജിൻ, ഏറ്റവും ഒടുവിലായി സനൂപ് പറഞ്ഞു നിർത്തിയ കാര്യം അത് തന്നെയാണ്. തുടക്കം മുതൽ ആർ ശ്രീലേഖയുടെ പേര് ഇന്ന് രാവിലെ വരെ നമ്മൾ കേൾക്കുന്നു. പെട്ടെന്ന് VV രാജേഷിലേക്ക് പേരുമാറ്റം ഉണ്ടാകുന്നു. ഈ പ്രവൃത്തി പരിചയക്കുറവ് മാത്രമാണോ അതിന് കാരണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്താണ് പിന്നിൽ? ജീന, രണ്ടുപേരുടെയും പേര് നേരത്തെ തന്നെ പരിഗണനയ്ക്കുള്ളതാണ്. പക്ഷേ പുതിയ സംസ്ഥാന നേതൃത്വം, അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം തീരുമാനിച്ചത് ആർ ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിനുള്ള ഇടപെടലുകളായിരുന്നു നേതൃത്വം എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ശക്തമായ എതിർപ്പ് ഉയർത്തിയത് വി മുരളീധരൻ, കെ സുരേന്ദ്രൻ പക്ഷമാണ്. അവർ ഇക്കാര്യത്തിൽ പാരമ്പര്യമുള്ള, നേരത്തെ തന്നെ പാർട്ടിയിൽ പ്രവർത്തിച്ച് അടിത്തട്ട് മുതൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള നേതാവിനെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മേയർ ആക്കണമെന്ന് നിർബന്ധം പിടിച്ചത് വി മുരളീധരൻ പക്ഷവും കെ സുരേന്ദ്രൻ പക്ഷവും തന്നെയാണ്. അതിന് കൂടുതൽ പിന്തുണ കൗൺസിൽ അംഗങ്ങളിൽ നിന്നുകൂടി ലഭിക്കുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഓരോ അംഗങ്ങളെയും പ്രത്യേകം വിളിച്ച് സംസാരിച്ചിരുന്നു. അവരെല്ലാം ഒറ്റക്കെട്ടായി ഏകദേശം ഈ 50 അംഗങ്ങളിൽ ഭൂരിഭാഗം അംഗങ്ങളും വ്യക്തമാക്കിയത് VV രാജേഷിനെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണം. പാരമ്പര്യമില്ലാത്ത, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മാത്രം പാർട്ടിയിലെത്തിയ ആർ ശ്രീലേഖയെ പോലെ ഒരാളെ കൊണ്ടുവന്നാൽ അത് പ്രതിപക്ഷത്തിന് വലിയ ശക്തമായ അംഗങ്ങളുള്ള ഒരു കൗൺസിലാണ്. ആ കൗൺസിലിൽ കാര്യങ്ങൾ നടപ്പിലാക്കുക അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ VV രാജേഷിനെ പോലെ മുൻ ജില്ലാ പ്രസിഡന്റായ, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായ, അടിത്തട്ട് മുതൽ പ്രവർത്തിച്ച് ഒപ്പം തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിയായി പ്രവർത്തിച്ച് പ്രാവീണ്യം തെളിയിച്ച ഒരാളെ തന്നെ കൊണ്ടുവരണമെന്നുള്ള നിർബന്ധ ബുദ്ധി അത് വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും പക്ഷത്തു നിന്നുള്ള കൃത്യമായ നിലപാടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് അവസാനം ഈ സംസ്ഥാന നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു എന്നതാണ് ഇപ്പോൾ VV രാജേഷിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വ്യക്തമാകുന്നത്. കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലും ആർ ശ്രീലേഖയുടെ പേര് തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വി മുരളീധരനും കെ സുരേന്ദ്രനും കേന്ദ്ര നേതൃത്വത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള അപ്രമാദിത്വമൊക്കെ ഉണ്ട്. അവർ നേരത്തെ കേരളത്തിൽ അടിത്തട്ട് മുതൽ പ്രവർത്തിച്ച കാലം മുതലുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധം കൂടി ഉപയോഗപ്പെടുത്തിയാണ് നിലവിൽ ഇപ്പോൾ VV രാജേഷിന്റെ പേര് തന്നെ പരിഗണിക്കണം എന്ന ആവശ്യം അത് കേന്ദ്ര നേതൃത്വം തന്നെ അംഗീകരിച്ചത്. പ്രധാനമന്ത്രിയുമായ ഉള്ള കൂടിക്കാഴ്ചയിലും ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത് ആർ ശ്രീലേഖ മേയറാവണം. കാരണം ഒരു കേരളത്തിലെ ഒരു മുൻ DGP ഒപ്പം തന്നെ IPS ഉദ്യോഗസ്ഥ എന്നുള്ള പേരിൽ ഉള്ള ഒരാളെ മേയറാക്കി ഉയർത്തിക്കാട്ടിയാൽ അത് ഭാവിയിൽ BJPക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ള കാര്യമായിരുന്നു ബോധ്യപ്പെടുത്താൻ. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടക്കുന്നതിനിടെയാണ് VV രാജേഷിന് പിന്നെ പിന്തുണ ഏറിയത്. ശ്രീലേഖയ്ക്കെതിരായ ഒരു വിഭാഗം രംഗത്തുനിന്നത് ഉടൻ തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് BJP എത്തുകയും ചെയ്തത്. RB സനൂപും വിജിൻ വായാന്തോടുമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.